പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആത്മനിർഭർ ഭാരത് മേക്ക് ഇൻ ഇന്ത്യ ദീർഘവീക്ഷണങ്ങളുടെ ഏറ്റവും വലിയൊരു വിജയഗാഥയായി മാറിയിരിക്കുകയാണ് നമ്മുടെ മൊബൈൽ ഫോൺ നിർമ്മാണ മേഖല. ഒരു കാലത്ത് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള മൊബൈൽ ഫോണുകളെ പൂർണ്ണമായും ആശ്രയിച്ചിരുന്ന ഭാരതം ഇന്ന് ലോകത്തെ രണ്ടാമത്തെ വലിയ മൊബൈൽ നിർമ്മാതാക്കളായി മാറിയത് നാം കണ്ടതാണ്. ഈ കുതിപ്പിന് കൂടുതൽ ചടുലതയേകാൻ 62,500 കോടി രൂപയുടെ വൻ സാമ്പത്തിക വകയിരുത്തലോടെ പുതിയ മൊബൈൽ ഫോൺ നിർമ്മാണ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരിക്കുകയാണ്. ഈ വൻ വികസന പദ്ധതിയുടെ സവിശേഷതകളിലേക്ക് നമുക്ക് കടക്കാം. കേന്ദ്ര ഇലക്ട്രോണിക്സ് വിവരസാങ്കേതിക മന്ത്രാലയം പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ഈ 62,500 കോടി രൂപയുടെ വൻ പാക്കേജ് നമ്മുടെ ആഭ്യന്തര നിർമ്മാണ മേഖലയ്ക്ക് ഒരു പുതിയ ഊർജ്ജമാണ് സമ്മാനിക്കുന്നത്. പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് അഥവാ PLI പദ്ധതിയുടെ ഈ പുതിയ ഘട്ടം വഴി രാജ്യത്ത് ഉൽപാദനം നടത്തുന്ന തദ്ദേശീയ കമ്പനികൾക്കും ആഗോള നിക്ഷേപകർക്കും വലിയ തോതിലുള്ള സാമ്പത്തിക പിന്തുണയാണ് കേന്ദ്ര സർക്കാർ ഉറപ്പു നൽകുന്നത്. मोबाइल फोन इंडस्ट्री एक ऐसी इंडस्ट्री है जो इतने छोटे से डिवाइस के अंदर बड़े कंप्यूटर सेंटर, डेटा सेंटर जितनी ताकत उसको लानी है, यानी हर चीज को एकदम प्रिसीजन के साथ मैन्युफैक्चर करना पड़ता है. तो ये एक ऐसी इंडस्ट्री है जो कई इंडस्ट्रीज को ड्राइव करती है. जो देश मोबाइल फोन बनाने लगता है वो फिर एविएशन यानी एयरक्राफ्ट की मैन्युफैक्चरिंग में भी आगे बढ़ने लगता है, स्पेस के इक्विपमेंट की मैन्युफैक्चरिंग में भी आगे बढ़ने लगता है, डिफेंस के कई प्रिसीजन के जो मैन्युफैक्चर होते हैं उन सब के मैन्युफैक्चरिंग में भी देश आगे बढ़ने लगता है. ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത ഇത് കേവലം ഫോണുകൾ കൂട്ടിയോജിപ്പിക്കുന്ന അസംബ്ലിംഗ് മാത്രമല്ല പ്രോത്സാഹിപ്പിക്കുന്നത്, മറിച്ച് മൊബൈൽ ഫോണുകൾക്ക് ആവശ്യമായ ഡിസ്പ്ലേ, ക്യാമറ മൊഡ്യൂളുകൾ, അഡ്വാൻസ്ഡ് സർക്യൂട്ട് ബോർഡുകൾ എന്നിവ രാജ്യത്തിനകത്ത് തന്നെ നിർമ്മിക്കുന്നതിനുള്ള വലിയൊരു സമഗ്ര ആവാസവ്യവസ്ഥയാണ് ഇതിലൂടെ കെട്ടിപ്പടുക്കുന്നത്. ഇതുവഴി ഇറക്കുമതി പൂർണ്ണമായി കുറയ്ക്കാനും ഭാരതത്തെ ഒരു സ്വയം പര്യാപ്ത ചിപ്പ് ഹാർഡ്വെയർ ഹബ്ബാക്കി മാറ്റാനും സാധിക്കും. ഈ പദ്ധതി ലക്ഷ്യമിടുന്ന സാമ്പത്തിക നേട്ടങ്ങൾ അത്യന്തം ഭീമമാണ്. അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഏകദേശം 10.5 ലക്ഷം കോടി രൂപയുടെ മൊബൈൽ ഫോണുകളും അവയുടെ അനുബന്ധ ഘടകങ്ങളും ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കാനാണ് ലക്ഷ്യം. ഇതിൽ വലിയൊരു പങ്ക് വിദേശ വിപണികളിലേക്കുള്ള കയറ്റുമതിയാണ്. ഏകദേശം 6.5 ലക്ഷം കോടി രൂപയുടെ മൊബൈൽ ഫോണുകളാണ് ഭാരതത്തിൽ നിന്നും അമേരിക്ക, യൂറോപ്പ് തുടങ്ങിയ അന്താരാഷ്ട്ര വിപണികളിലേക്ക് കയറ്റി അയക്കാൻ ഒരുങ്ങുന്നത്. ഇത് രാജ്യത്തിന്റെ വിദേശ നാണ്യ ശേഖരം വൻതോതിൽ വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ആഗോള സപ്ലൈ ചെയിനിൽ ഭാരതത്തിന്റെ സ്ഥാനം ഒന്നുകൂടി ഉറപ്പിക്കും. ഇപ്പോൾ തന്നെ ആഗോള വിപണിയിലെ പ്രമുഖ ബ്രാൻഡുകൾ തങ്ങളുടെ ഏറ്റവും പുതിയ പ്രീമിയം ഫോണുകൾ ഇന്ത്യയിൽ നിർമ്മിക്കാൻ തുടങ്ങിയത് ഈ അനുകൂല അന്തരീക്ഷം കാരണമാണ്. ഈ വൻ വ്യവസായ വിപ്ലവത്തിന്റെ ഏറ്റവും വലിയ ഗുണഫലം ലഭിക്കുന്നത് രാജ്യത്തെ സാധാരണക്കാരായ യുവാക്കൾക്കാണ്. ഈ പുതിയ PLI പദ്ധതിയിലൂടെ നേരിട്ടും പരോക്ഷമായും ലക്ഷക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങളാണ് രാജ്യത്ത് സൃഷ്ടിക്കപ്പെടാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഈ നിർമ്മാണ ഫാക്ടറികളിലെ വലിയൊരു പങ്ക് ജീവനക്കാരും നമ്മുടെ വനിതകളാണ് എന്നത് സ്ത്രീ ശാക്തീകരണത്തിന് വലിയൊരു തെളിവാണ്. യുവാക്കൾക്ക് അത്യാധുനിക സാങ്കേതിക വിദ്യകളിൽ മികച്ച പരിശീലനവും സ്ഥിരതയുമുള്ള വരുമാനം ഉറപ്പാക്കാൻ ഈ തൊഴിലവസരങ്ങൾ വഴി സാധിക്കും. തദ്ദേശീയ ഉൽപാദനം വർദ്ധിക്കുന്നതോടെ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏറ്റവും ആധുനികമായ സ്മാർട്ട് ഫോണുകൾ വളരെ കുറഞ്ഞ ചെലവിൽ വിപണിയിൽ ലഭ്യമാകുമെന്നതും ഇതിന്റെ പ്രത്യേകതയാണ്. അതെ, ചിപ്പ് ബൈ ചിപ്പായും ഫോൺ ബൈ ഫോണായും ഭാരതം കെട്ടിപ്പടുക്കുന്ന ഈ നിർമ്മാണ കരുത്ത് ലോകത്തിനു മുന്നിൽ രാജ്യത്തിന്റെ പെരുമ വിളിച്ചോതുകയാണ്. ആഭ്യന്തരമായ സാങ്കേതിക ശേഷിയും ശക്തമായ നിക്ഷേപ സൗഹൃദ നയങ്ങളും സമന്വയിപ്പിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ നടത്തുന്ന ഈ കുതിപ്പ് ഡിജിറ്റൽ ലോകത്തെ പുതിയൊരു മഹാശക്തിയായി രാജ്യത്തെ മാറ്റുമെന്നതിൽ യാതൊരു സംശയവുമില്ല.